കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്രികോണ പിക്ചർ ഏറ്റവും ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത് പാലയിലായിരിക്കും. ജോസ് കെ മാണി, മാണി സി കാപ്പൻ, ഷോൺ ജോർജ് പിക്ചർ വന്നു. ഇന്നിപ്പം മധ്യമേഖലാ ജാഥ നടന്നുകൊണ്ടിരിക്കും. ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും റോഷി അഗസ്റ്റും 3 പേരും കൂടി ഇരുന്ന് നടത്തിയ വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ കൗതുകമായ കാഴ്ച, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ് അവസാനം പാലായിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ജോസ് കെ മാണിയോട് ചോദിക്കുകയാണ്. ജോസ് കെ മാണിയുടെ മറുപടി ഇതാണ്: ഞാനൊന്ന് പാർട്ടിയെ ആലോചിക്കട്ടെ, പാർട്ടി തീരുമാനിക്കുമെന്ന് പറയും. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് വലിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. എന്നിട്ട് പറയുന്നു പാർട്ടി ഒന്നും ആലോചിക്കാനല്ല, ജോസ് കെ മാണി മത്സരിക്കല്ലാതെ പിന്നെ ആര് മത്സരിക്കാണ്. അപ്പോഴും സൈഡിലിരിക്കുന്ന ജോസ് കെ മാണി ആ മൈക്ക് ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ഇരുന്ന് ശൈലജ ടീച്ചർ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം പാലായിൽ തന്നെയാണോ? മാധ്യമപ്രവർത്തകരോട് ചോദ്യമാണ്. പാലായിൽ തന്നെയായിരിക്കും ജോസ് കെ മാണി മത്സരിക്കുക. പിന്നെ പാലായിലല്ല ജോസ് കെ മാണി എവിടെ മത്സരിക്കുക എന്നുള്ളത് റോഷി അഗസ്റ്റിൻ പറയാണ്. അതായത് പ്രഖ്യാപനം വന്നത് റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാണ്? നമുക്ക് ഈ വെള്ളിമൂങ്ങ സിനിമയിലൊക്കെ രംഗം ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അത് കഴിഞ്ഞിട്ടും ജോസ് കെ മാണി ഒന്നും പറയുന്നില്ല പാലാ സീറ്റിനെ കുറിച്ച്. റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്നു, തീരുമാനിക്കുന്നു, ഒരു അതുമില്ലാതെ. ഇത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായി വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. UDF പോകുമോ എന്ന്. അപ്പോഴും ആദ്യം തുടരും, ഇടതിൽ തുടരുമെന്നുള്ള തീരുമാനം ആദ്യം പറഞ്ഞത് റോഷി അഗസ്റ്റിനാണ്. അപ്പം ആ പാർട്ടിയിൽ റോഷിക്ക് കൂടുതൽ സേ ആയോ ഇപ്പൊ ഇത്തവണ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പച്ച പിടിച്ചില്ല. ഇത്തവണ കൂടി തോറ്റൽ. കാരണം കേരളത്തിൽ വലിയ LDF തരംഗം ഉണ്ടായപ്പോൾ പോലും 15,000 സീറ്റിൽ മാണി സി കാപ്പൻ ജയിച്ചു. ഇത്തവണ തരംഗമില്ല. വേണമെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തവണ കൂടി പാലായിൽ തോറ്റാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്ത്? അവിടെ റോഷി അഗസ്റ്റിനാകുമോ സേ എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ തിരുവമ്പാടി കേരള മാണി സി കാപ്പന് കൊടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ UDF വന്നാൽ പാലായിൽ മത്സരിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടായി വരുന്ന സമയമുണ്ടായി. അന്ന് സമയത്ത് LDF നേതാക്കൾ തിരിച്ചടിച്ചത് അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിനായിരിക്കും ജോസ് കെ മാണിക്കെതിരെ മത്സരിക്കുക എന്നൊരു കഥ വന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണത്രേ റോഷി അഗസ്റ്റിനെതിരായി വന്നാലോ എന്നുകൂടി അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടാണ് ജോസ് കെ മാണി LDF വിട്ടു പോകണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. അല്ല, പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു അലിഖിത നിയമമുണ്ട്. അതായത് അധികാരം എവിടെയാണോ അവിടെയാണ് അവർ പറയുന്ന വാക്കുകൾക്ക് ശക്തി കൂടും. അവർ പറയുന്ന വാക്കുകൾക്ക് ഈ അണികൾ സ്വീകരിക്കുന്നതിനും വലിയ കൂടുതൽ അതായത് അതിന് വെയിറ്റ് കൂടും. അപ്പൊ കേരള കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു നിസ്സഹായാവസ്ഥയായിരുന്നു ജോസ് കെ മാണിയുടെ. ഒന്നും പറയാനും പറ്റുന്നില്ല, കാരണം മൈക്കും പോയി, ഒന്നും പറയാനും പറ്റില്ല, പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അല്ല, ജോസ് കെ മാണി പറഞ്ഞത് പാർട്ടി ആ സമയത്ത് ആലോചിച്ച് തീരുമാനമെടുക്കും. അപ്പൊ റോഷി അഗസ്റ്റിൻ പറയാൻ ശ്രമിക്കുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും എങ്കിലും പക്ഷേ ഇദ്ദേഹം തന്നെയാണ്. പിന്നെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഈ റോഷി അഗസ്റ്റിൻ LDF തുടരണം എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ട്, അല്ലെങ്കിൽ CPM-ഉമായിട്ട് ഇപ്പോൾ ആഭിമുഖ്യമൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ സത്യമാണെങ്കിലും, പക്ഷെ റോഷിയും പിന്നെ ജോസ് കെ മാണിയും തമ്മിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടതായിട്ട്, വ്യക്തിപരമായിട്ട് അവർ തമ്മിൽ ഒരു അകൽച്ച വൈരുദ്ധ്യം ഉള്ളതായിട്ട് രണ്ട്, അതായത് ജോസ് കെ മാണിക്ക് മുന്നണി വിടാനുള്ള ഒരു താല്പര്യം, സമ്മർദ്ദം കൂടി ഉണ്ടായപ്പോ, പക്ഷെ അതിനെതിരെ നിന്നതും പിടിച്ചു നിർത്തിയതും CPM ശരിക്കും ഉപയോഗിച്ചതൊക്കെ റോഷിയെ തന്നെയാണ്, സംശയമില്ല. നേരത്തെ നമ്മൾ സൂചിച്ചതുപോലെ അധികാരം ആരുടെ കയ്യിൽ ഇരിക്കുന്നു അവർക്കൊരു മേൽക്കോയ്മയുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് PC ചാക്കോ എന്ന് പറയുന്ന അധികായനെ എങ്ങനെയാണ് ശശീന്ദ്രൻ നിലയ്ക്ക് നിർത്തിയെന്ന് നോക്കൂ. ശശീന്ദ്രനായിരുന്നു NCP മന്ത്രി. അതുകൊണ്ട് PC ചാക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം പാർട്ടി മുഴുവൻ പിടിച്ചു. എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റി? മാറ്റാൻ പറ്റിയില്ല. എൻ്റെ മന്ത്രിസഭ ഒരാൾ മാറണമെങ്കിൽ എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആ പറയിപ്പിച്ചത് ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനമാണ്. അതിനുശേഷം PC ചാക്കോ കാണാനേ ഇല്ല. ഇപ്പോഴും ആ പാർട്ടിയുടെ ഇപ്പൊ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള വൈരുദ്ധ്യ പ്രകടനത്തെക്കാൾ സ്നേഹപ്രകടനമാണ് കേരള കോൺഗ്രസ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആര് ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാണി സാർ പറയും പകരം മത്സരിച്ചത് ആരാണെന്ന്. അന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മത്സരിച്ചത് മാണി സാർ അല്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് പി ജെ ജോസഫിനെ കൂവി. അന്നൊക്കെ അവര് UDF നിൽക്കുകയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. നാളെ ഇവർ രണ്ടുപേരും ജയിക്കുകയും LDF ഒരുപക്ഷെ അധികാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ തുടർഭരണം കിട്ടുകയും ചെയ്താൽ മന്ത്രി ജോസ് കെ മാണി തന്നെ ആയിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അതെ, പക്ഷെ തോറ്റാലുള്ള ഒരു പ്രശ്നം കേരള കോൺഗ്രസിന് തട്ടകമാണ്, രാഷ്ട്രീയ ഭൂമികയാണ്, മെക്കയാണ്. അവിടെ ഒരിക്കൽ കൂടി ജോസ് കെ മാണി തോറ്റാൽ എന്തെന്നുള്ളൊരു കാര്യം ജോസ് കെ മാണി ജയിക്കുന്ന ഇത്തവണ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അല്ല, ഇത്തവണ സാധ്യത കൂടുതലാണ്. കാരണം ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ